ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവറിബഡി. ഞാനിന്ന് ബഡ്ജറ്റിനെ കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മളെ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ഇനി ഏതൊക്കെ ഇൻഡസ്ട്രിക്ക് ഫേവറബിൾ ആയിട്ട് വരാൻ പോകുന്നത്, അതിന് കണക്കായിട്ട് നമുക്ക് മാർക്കറ്റിൽ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ കൊണ്ട് കാര്യമുള്ളൂ. പൊതുവേ ബഡ്ജറ്റിനെ ഞാൻ കാണുന്നത് വെച്ചാൽ ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യും. അതാണ് ഇന്നലെ മാർക്കറ്റിൽ കണ്ട സെൽ ഓഫ്. പക്ഷെ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ബഡ്ജറ്റ് അവര് ഫൈനാൻസ് മിനിസ്റ്റർ വായിച്ച് കഴിഞ്ഞ ഉടനെ മാർക്കറ്റ് സ്ട്രേറ്റ് അവേ ഒരു 500 പോയിന്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഞാൻ കാണുള്ളൂ. സോ ഇനി അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്കൊന്ന് ഓപ്പർച്യൂണിറ്റി തിങ്കളാഴ്ച ഇനി ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. മാർക്കറ്റ് സ്ട്രേറ്റ് അവേ 25,000 പോകുന്ന എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിമേ ഞാൻ ഇത് എൻ്റെ ഒരു ഗസ് വർക്കാണ്. പക്ഷെ പൊതുവേ ഞാൻ എൻ്റെ കഴിഞ്ഞ കുറെ കൊല്ലത്തെ ട്രെൻഡ് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ അങ്ങനെയാണ്. എല്ലാവരും ആയിരിക്കും മാർക്കറ്റ് കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്നത്, പക്ഷേ മാർക്കറ്റ് ഒരിക്കലും ആർക്കും ചാൻസ് കൊടുക്കാറ്. സോ മാർക്കറ്റ് ഇങ്ങനെയുള്ള സമയത്താണ് ചാൻസ് കൊടുക്കുന്നത്. പക്ഷെ ആ സമയത്ത് റിസ്ക് എടുക്കുന്ന കൂട്ടർക്ക് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാം. എനിവേ അതിന് മുന്നിൽ എനിക്ക് കുറച്ച് നിങ്ങളോട് പറയാനുള്ളത്, ഈ മാർക്കറ്റിൽ ഇപ്പം ബഡ്ജറ്റിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഓൾവേസ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് അല്ലെ. ചില ഇൻഡസ്ട്രീനെ റിവാർഡ് ചെയ്യും, ചില ഇൻഡസ്ട്രീനെ പണിഷ് ചെയ്യും. നമുക്കറിയാം ഏതൊക്കെ ഇൻഡസ്ട്രീനെ പണിഷ് ചെയ്യുന്നത്. അതിന് തന്നെ നമ്മളെ സ്മോക്കേഴ്സും ആൽക്കഹോൾ ഇൻഡസ്ട്രി, ഈ രണ്ട് ഇൻഡസ്ട്രി എപ്പോഴും ഇവരെ ടാർഗറ്റ് ലിസ്റ്റിലാണ്. എങ്ങനെയെങ്കിലും അവരെ മാക്സിമം സ്മോക്കേഴ്സിന് ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരെയും മാക്സിമം പണിഷ് ചെയ്യാന്നുള്ള ഒരു ട്രെൻഡാണ് എല്ലാ ബഡ്ജറ്റിലും കാണും. നമ്മുടെ കേരള ബഡ്ജറ്റിലും അറിയാലോ. ഈ കേരളത്തിൽ പിന്നെ ഈ ബഡ്ജറ്റ് ലോട്ടറി ഉള്ളൂ, ലൈക്കൊരു ലോട്ടറി ഉള്ളൂ, വേറെ ഒന്നും ടാക്സ് ഒരു ഇതെല്ലാം ടാക്സ് ആയിക്കഴിഞ്ഞു. ഇനി വരുന്ന പ്രധാന കാര്യങ്ങൾ 3 കാര്യങ്ങൾ. ഒന്ന്, പെട്രോളിന് എത്ര ടാക്സ് ഇനി കയറ്റാൻ പോകുന്നുണ്ട്, പെട്രോളിന് വില കൂട്ടുമോ? എനിക്ക് തോന്നുന്നില്ല പെട്രോളിന് വില കൂട്ടുന്നത്. എനിവേ ഞാൻ ഇത് പറയുന്നതിനെ കേട്ടുമ്പോൾ എനിക്ക് പറയാനുള്ള നമ്മളെ വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിസ്റ്റ് ആഡം സ്മിത്തിന്റെ വാക്കുള്ള. ആഡം സ്മിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നറിയാം, ഈ നമുക്ക് ഈ സമൂഹത്തിൽ നിങ്ങളെപ്പോഴും ഓൾവേസ് സമ്പന്നന്മാരെയും മഹാന്മാരെയും എപ്പോഴും അഭിനന്ദിക്കുവാനും ചെയ്യാറ്. കാരണം ഓൾവേസ് ദി ഡിസ്പൊസിഷൻ, ആഡം സ്മിത്തിന്റെ വാക്ക് തന്നെ പറയാന്ന് വെച്ചാൽ disposition to admire the rich and the great and to despise or neglect the downtrodden and poor എന്നാണ് അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ സമൂഹത്തിൽ എപ്പോഴും ആ ടെൻഡൻസി കാണുന്ന വെച്ചാൽ നമ്മൾ ഈ മോറൽ സെന്റിമെന്റ്സിൽ കറപ്ഷൻ വരുന്നത് ഇതിലുള്ള ഇംബാലൻസ് എന്ന് പറയുന്നത്. ഒന്ന്, സമൂഹത്തിൽ സമ്പന്നന്മാരെയും മഹാന്മാരെയും അഭിനന്ദിക്കുകയും ദരിദ്രരെ നിന്ദിക്കുകയും അവഗണിക്കുകയും ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഭാവമുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ധാർമ്മിക വികാരങ്ങളുടെ അഴിമതിയാണ് ഈ ആഡം സ്മിത്ത് പറഞ്ഞത്. അപ്പോ ആഡം സ്മിത്ത് പറഞ്ഞ വേറൊരു വാക്ക് ഡിസ്പൊസിഷൻ ടു അഡ്മയർ ആൻഡ് ഓൾമോസ്റ്റ് ടു വർഷിപ്പ് ദ റിച്ച് ആൻഡ് പവർഫുൾ എന്നാണ്. നമ്മുടെ നാട്ടിലതാണല്ലോ സംഭവിക്കുന്നത്. ഇന്നലെ അംബാനിന്റെ കല്യാണവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പല ആൾക്കാരെയും മെറ്റലുടെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അവരെയൊക്കെ ഒരു ഈവൻ സെമി ഗോഡായിട്ട് ആൾക്കാർ വർഷിക്കുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. അത് ഞാൻ വരുന്നുണ്ട് ആഡം സ്മിത്ത് പറഞ്ഞ കാര്യം. അത് വളരെ കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ അയാൾ പറയുന്നത് വെച്ചാൽ സമൂഹത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് വെച്ചാൽ വി വാണ്ട് ടു ബി റെസ്പെക്റ്റഡ് ആൻഡ് ടു ബി വർത്തി ഓഫ് റെസ്പെക്ട് ആണ്. നമുക്ക് എല്ലാവർക്കും സമൂഹത്തിൽ എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യണം, നമ്മൾ വർത്തിയായിരിക്കണം എന്ന് വിചാരിക്കുന്നത്. ആൻഡ് വി ആർ അഫ്രൈഡ് ഓഫ് ബീയിങ് കണ്ടംപ്റ്റ് ആൻഡ് ഓഫ് ബീയിങ് കണ്ടംപ്റ്റബിൾ എന്ന് പറയുന്നത്. നമ്മളെ സമൂഹത്തിൽ ആരും നിന്ദിക്കപ്പെടാൻ പാടില്ല. സമൂഹത്തിൽ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതിപ്പം വളരെ 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 വാലിഡാണ്. കാരണം ഇന്ന് സമൂഹത്തിൽ നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിലും ഇതൊക്കെ കാണുന്ന ഇന്ത്യയിലും ലോകത്തിന്റെ പല സ്ഥലത്തും കാണുന്നതാണ്. ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ചെയ്യുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ ജനങ്ങളെ തീരെ അവഗണിക്കുക, മറ്റുള്ള ഒരു വിഭാഗത്തെ ജനങ്ങളെ വളരെ അഭിനന്ദിക്കുക. അപ്പോൾ മറ്റുള്ള വിഭാഗം മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ യാതൊരു റെസ്പെക്ട് കിട്ടുന്നില്ല, നമ്മൾക്ക് ഈ രാജ്യത്ത് യാതൊരു റെസ്പെക്ട് കിട്ടുന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ എന്താ പറയുക ആഡം സ്മിത്ത് പറഞ്ഞ പോലെ ഈ ജസ്റ്റിസ് വരുന്നത്. ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ലോകത്തിൽ ആദ്യമായിട്ട് വരുന്ന അവിടെയാണ് വന്നത്. പിന്നെ ഈ ഫ്രാൻസിലാന്ന് തോന്നുന്നു ആദ്യത്തെ ഇങ്ങനത്തെ ഒരു തോട്ട് വന്നതന്നെ. അപ്പോൾ എപ്പോഴും നമ്മൾ സമൂഹത്തിൽ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ നിങ്ങളിപ്പോ പക്ഷെ ശരിക്കും നിങ്ങൾ ലോകത്തിൽ ഇപ്പൊ ഒന്ന് ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ, ഈ ഡീപ്പായിട്ട് നോക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാമെങ്കിൽ അതാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ വെച്ചാൽ ഈ ജ്ഞാനികളും നല്ല ആൾക്കാരെയും ദേ ഹാവ് നോ റെസ്പെക്ട്. അവർക്ക് ഒരു റെസ്പെക്റ്റും സമൂഹത്തിൽ കൊടുക്കുന്നില്ല. കാരണം ഈ ജ്ഞാനികളോടും ഇന്റലിജന്റ് പീപ്പിൾ ഓർ പ്രൊഫസേഴ്സ് ഓർ ടീച്ചേഴ്സ് ഇതുപോലുള്ള ആൾക്കാരൊക്കെ കൊണ്ട് കൂടുതൽ റെസ്പെക്ട് ഇന്ന് സമൂഹത്തിൽ കൊടുക്കുന്ന പൈസകൾ കൊടുക്കാം. സമ്പന്നനും അവർ മഹാന്മാരായി. സമ്പന്നരുണ്ടെങ്കിൽ നിങ്ങൾ മഹാന്മാരാണ് സമൂഹത്തിൽ.
അവരാണ് ഏറ്റവും ശക്തി കേന്ദ്രമായി കേന്ദ്രീകരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇന്ന് പറയുന്നത് ആഡം സ്മിത്ത് അത്രയോ കൊല്ലം മുമ്പ് എഴുതിയ സംഗതികളാണ് കേട്ടോ. ഞാനിത് അയാളെ വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന അതാണ്. കാരണം ഞാൻ ഇപ്പോഴും ഞാൻ ആലോചിക്കുക ഈ ആഡം സ്മിത്തിന്റെ വാക്കുകൾ ഇന്നത്തെ സൊസൈറ്റിയിൽ എത്ര റിലവൻ്റ്, അയാൾ എത്ര ഒരു വലിയ മഹാനായിരുന്നു. അന്ന് ഇങ്ങനെ അയാളൊക്കെ ഒരു വിഷൻ, അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ ശരിയല്ലേ എന്ന് ആലോചിക്കും. അപ്പോൾ അയാൾ പറഞ്ഞത് ഇറ്റ് ഈസ് ബിക്കോസ് അവർ ഡിസ്പോസിഷൻ ടു അഡ്മയർ ആൻഡ് ദെർഫോർ ടു ഇമിറ്റേറ്റ് റിച്ച് ആൻഡ് ഗ്രേറ്റ് ദാറ്റ് ദേ ആർ ഏബിൾ ടു സെറ്റ് ഫാഷൻസ്, ഡ്രസ്, ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഈ നമ്മളെപ്പോൾ നോക്ക് സമൂഹത്തിൽ ഈ റിച്ച് പീപ്പിളെപ്പോൾ നിങ്ങൾ ഫാഷൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡ്രസ്സ്, അവരുടെ ലാംഗ്വേജ്, അവരുടെ സ്റ്റൈൽ എല്ലാ ആൾക്കാരും ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നോക്കിക്കോ, ഇനിയിപ്പോൾ അംബാനിയുടെ പോലുള്ള അതേ സ്റ്റൈലും മാരേജ് കേരളത്തിലുണ്ടാവും. ആൾക്കാർ അംബാനിയെ ഇപ്പോൾ റിച്ച് ആയിരിക്കില്ല, പക്ഷെ അയാൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കും. അയാളെ മോള് ഇട്ട അതേ സാരിയോ അല്ലെങ്കിൽ അതേ സ്റ്റൈൽ ഓഫ് ഡ്രസ്സും നമ്മൾ ഉണ്ടാക്കി നമ്മളെ മോക്കും കൊടുക്കാൻ നോക്കും. അല്ലെങ്കിൽ ആ സമുദായത്തിൽ ഈ റിച്ച് പീപ്പിൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന പണ്ടേ ഉണ്ടായിരുന്നു. കാലത്ത് ആർക്കും കാർ ഉണ്ടായിരുന്നില്ലല്ലോ, വലിയ വലിയ റിച്ച് ആൾക്കാർക്ക് കാറുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഈ ചെറിയ പൈസക്കാരും ഇത് ലോൺ എടുത്തെങ്കിലും, ഞാൻ കടം വാങ്ങിച്ചെങ്കിലും, എൻ്റെ ബാങ്ക് ഫൈനാൻസ് ചെയ്തെങ്കിലും ഞാൻ എൻ്റെ റിച്ച് മാനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കണം. ആണല്ലോ ഈ ലോൺ എടുക്കാൻ പോകുന്നത്. പൈസ കയ്യിലില്ലെങ്കിലും ഞാൻ ലോൺ എടുത്ത് കാർ വാങ്ങിച്ച്, എൻ്റെ നെയ്ബർക്ക് ഒരു കാർ ഉണ്ടെങ്കിൽ, എൻ്റെ നെയ്ബർ എൻ്റെ പൈസ കൊടുത്തിട്ട് കാർ ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഞാൻ ലോൺ എടുത്ത് കാർ വാങ്ങിച്ച് അവനെ ഇമിറ്റേറ്റ് ചെയ്യും. നമ്മൾ മലയാളികൾ അതിനകത്ത് വളരെ ഉഷാറാണ് അതിനകത്ത്. അത് മലയാളികളെ അപ്രീഷിയേറ്റ് ചെയ്തു. ആഡം സ്മിത്ത് അന്നേ എനിക്കൊന്ന് മലയാളികളെ മനോഭാവം പഠിച്ചിട്ടാന്ന് ആഡം സ്മിത്ത് ഇങ്ങനെ എഴുതിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇമിറ്റേഷൻ ഇപ്പൊ നടക്കുന്നത്. കാരണം ഇത്ര വളരെ കറക്റ്റ്. നമ്മുടെ നാട്ടിൽ എല്ലാം ഇങ്ങനെ തന്നെ ഇപ്പൊ നടക്കുന്ന കല്യാണങ്ങൾ. ഞാൻ ഇന്നാളത്തെ എൻ്റെ ഒരു സുഹൃത്തിന്റെ കല്യാണം, പണ്ടൊക്കെ കല്യാണം ഒരു ദിവസം ഉണ്ട്, ഇപ്പൊ 3 ദിവസം. എന്താ പറയുക, സംഗീത്, റിസപ്ഷൻ എന്നെല്ലാം മറ്റും 3-4 ദിവസം മാരേജ് ഉണ്ട്. അതെല്ലാം വലിയ ആൾക്കാരെ കല്യാണത്തെ ഒരു ഇമിറ്റേറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കയ്യിൽ അയാളത്ര ഇല്ലെങ്കിലും ഞാൻ സമുദായത്തിൽ റെസ്പെക്ട് ചെയ്യപ്പെടണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് സമുദായത്തിന്റെ ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ റെസ്പെക്ട് വാങ്ങിക്കുക. ഇത് ആഡം സ്മിത്ത് പണ്ടേ എഴുതിയ ഒരു സംഗതിയായിരുന്നു. അപ്പൊ ഈ സമ്പന്നന്മാരെയും വലിയവരെയും ഈ ദുരാചാരങ്ങളും വിഡ്ഢിത്തരങ്ങളും എന്ത് ചെയ്താലും അത് അഭിനന്ദിക്കപ്പെടും. ട്രംപ് എന്ത് പറഞ്ഞാലും, ട്രംപ് എന്ത് ചെയ്താലും, അയാൾ എന്ത് വിഡ്ഢിത്തരം ചെയ്താലും ഇന്ന് സമുദായത്തിൽ നിന്ന് ഇന്നലെ ഭയങ്കര ന്യൂസ് ആയിരുന്നു. ഇന്നലെ ഇപ്പം അയാളൊരു ബുള്ളറ്റ് പോയതിന് ശേഷം അയാളിപ്പം ഓപ്പോസിഷൻ പണ്ട് ജയിക്കൂലെന്ന് പറഞ്ഞാൽ ആളിപ്പം ജയിക്കുന്നതായി. കാരണം ആ ലെവലിൽ എത്തിക്കുക. അയാൾ ഒരു ബുള്ളറ്റ് ആ ചവിട്ടിൻ്റെ അടുക്ക പോയിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ കണ്ടു. അയാൾ ബുള്ളറ്റ് പോയതിനു ശേഷം അയാളൊരു ചവിട്ടിന് ഈ കോട്ടൺ ബാൻഡേഡ് വെച്ച സമയത്ത് ട്രംപ് ഫോളോവേഴ്സ് ഒക്കെ അത് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ചവിട്ടിന് ബാൻഡേഡ് വെച്ച് നടക്കുക. അത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചില്ല. നമ്മളെ മങ്കി ക്യാപ്പും ഒരു മെർച്ചന്റ് ഒരു ട്രേഡർ മങ്കിക്ക് ക്യാപ്പ് എറിഞ്ഞിട്ട് കുരങ്ങനെ ഒരു ക്യാപ്പ് എറിഞ്ഞപ്പോൾ അത് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെയാണ് ഇപ്പോൾ അമേരിക്കയിലെ ഇത് കാണുന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇൻ മെനി ഗവൺമെന്റ്സ് ദ കാൻഡിഡേറ്റ്സ് ഫോർ ദി ഹയസ്റ്റ് സ്റ്റേഷൻസ് ആർ എബോവ് ദ ലോ എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞു. അപ്പോൾ അത് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വരാം തിരിച്ചിട്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പിന്നെ സിറ്റി എന്താ, ഇതിപ്പോ ഞാൻ വായിക്കുന്നത് സിറ്റിയുടെ റിപ്പോർട്ടാണ്. എന്താ പറയുന്നത് വെച്ചാൽ ഈ മാർക്കറ്റിൽ പിന്നെ ബഡ്ജറ്റിൽ വരാൻ പോകുന്ന വലിയൊരു ഗുണം ഉണ്ടാകുന്ന കൂട്ടരെന്ന് വെച്ചാൽ ഈ കൺസ്യൂമർ ഗുഡ്സ് മേക്കേഴ്സ് അവർ. അത് നമ്മളെ യൂണിലിവർ, മാരിക്കോ, ഡാബർ, ഞങ്ങളെ പതഞ്ജലി, ഇങ്ങനെയുള്ള കുറെ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടല്ലോ. പിന്നെ വരുന്ന റിയൽ എസ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഹൗസിംഗ് ഫൈനാൻസ്, റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് കമ്പനികൾ, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, ഇവർക്കൊക്കെ വലിയൊരു ബൂസ്റ്റ് ഉണ്ടാന്ന് പറയുന്നത്. അത് ഇന്നലെ ഞാൻ കണ്ടു. സൺടെക് റിയാലിറ്റി ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ, റിയൽ എസ്റ്റേറ്റ് DLF കമ്പനികളൊക്കെ ഷെയർ നല്ലതായിട്ട് മൂവ് ചെയ്ത് ആൾക്കാർ ഓൾറെഡി അതിൽ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞ ഒരാഴ്ച മുന്നിൽ. ഇപ്പം നമ്മളെ പോലത്തെ എന്താ പറഞ്ഞാൽ വാട്ട് ദ വൈസ് മാൻ ഡൂ ഇൻ ദ ബിഗിനിങ്, ദ ഫൂൾസ് വിൽ ഡൂ ഇൻ ദ എൻഡ് എന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് ആ ഇൻഫർമേഷൻ ഇല്ലല്ലോ. അതാണ് ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞത്. നമുക്ക് ആ ഇൻഫർമേഷൻ നമ്മൾ ആദ്യം ചെയ്യായിരുന്നു. പക്ഷേ ഈ ഇൻഫർമേഷൻ വലിയ ആൾക്കാർ കിട്ടിക്കഴിഞ്ഞു. അത് ഓൾറെഡി മാർക്കറ്റിൽ അവർ ഓൾറെഡി പൊസിഷൻ എടുത്ത് കഴിഞ്ഞു. ഞാൻ കണ്ട മാർക്കറ്റിൽ. അപ്പോൾ ഈ യൂണിലിവർ ഒക്കെ ഓൾറെഡി 2600-2700 അടുത്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിന് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർ പറയുന്നത്, സിറ്റി പറയുന്നത്, ഈ കമ്പനികൾ വളരെ നന്നായി ബഡ്ജറ്റിൽ പെർഫോം ചെയ്തത്. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത് വെച്ചാൽ ഈ ഉപഭോഗം ഉത്തേജിപ്പിക്കാനുള്ള ഗ്രാമീണ പദ്ധതികൾക്ക് സർക്കാർ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗ്രാമത്തിൽ ഈ ഇങ്ങനെയുള്ള കൺസെപ്ഷൻ കൂട്ടേണ്ട പരിപാടികൾ അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ യൂണിലിവറിനെ പോലെ
യൂണിലിവറിന്റെ പ്രോഡക്ട്സ് ഉള്ള പോലത്തെ വേറെ ഇല്ലല്ലോ. അത്രയും യു ഗോ എനി വില്ലേജ് ഇൻ ഇന്ത്യ യു ക്യാൻ സി എന്തെങ്കിലും അവന്റെ വിമോ അല്ലെങ്കിൽ സർഫോ അല്ലെങ്കിൽ എന്താ പറയുക ഏരിയയിലോ എന്തെങ്കിലും ഒന്ന് കാണാണ്ടിരിക്കൂലല്ലോ ഇവരെ. അത് തന്നെയല്ലോ നമ്മളെ നാട്ടിലുണ്ട്. ലൈഫ് ബോയ്, ഇത് എല്ലാവർക്കും നമ്മൾ ചെറുപ്പത്തിൽ അറിയുന്നത് ലൈഫ് ബോയ് സോപ്പ്. അപ്പൊ യൂണിലിവർ, പിന്നെ നമ്മൾ ടി വി എസ് മോട്ടോർ, ഇങ്ങനെയുള്ള ടൂ വീലർ കമ്പനികൾ, ഇരുചക്രവാഹന നിർമ്മാതാക്കൾക്കും പുതിയ ഈ സ്കീം വളരെ ബെനിഫിറ്റ് ആണെന്നുള്ളത്. കാരണം നമ്മളെ ഈ ഗ്രാമങ്ങളിൽ മുഴുവൻ ഉപയോഗിക്കുന്ന ഈ ടൂ വീലേഴ്സാണ്. അതിനൊന്നും റോഡൊന്നും ഇല്ലല്ലോ. നമ്മളെ ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ ഗ്രാമങ്ങളിൽ പോയി ഇപ്പോഴും 1947 മുന്നിലുള്ള അവസ്ഥ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവിടെ ടൂ വീലേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീറോ മോട്ടോർ, ബജാജ്, പിന്നെ വരുന്ന നമ്മളെ ടി വി എസ് മോട്ടോർ, ഇവർക്കൊക്കെ നല്ല ഇതായിരിക്കും. പിന്നെ നമ്മളെ ഈ ബീഡി സിഗരറ്റ് ആൾക്കാർ വലിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, ഓർക്കും കുറച്ചൊരു ആശ്വാസം ഉണ്ടാകുന്ന പറയുന്നത്. സിറ്റി പറയുന്നത് വെച്ചാൽ ഈ സിഗരറ്റിന് 7% കൂടുതൽ കൂട്ടില്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ITCന്റെ ഷെയർ നാളെ വലിയ ഫോളോ ചെയ്യില്ല. കാരണം ഇന്നലെ 470 460 പോയി ITC. കാരണം 400 രൂപയിലൊക്കെ അത് പയ്യായിരുന്നു, 460 രൂപ. കാരണം അത് ഓൾറെഡി ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിന്റെ പൊസിഷൻ എടുത്ത് കഴിഞ്ഞു. അത് ഓൾറെഡി നമ്മൾ സിറ്റിനെ പോലത്തെ വലിയ വലിയ ആൾക്കാരിൽ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവരറിഞ്ഞിട്ട് നമ്മളറിയും. അപ്പോൾ ഇവർ പറയുന്ന മാക്രോടെക് ഡെവലപ്പേഴ്സ് പോലുള്ള ഡെവലപ്പേഴ്സിന് പ്രയോജനം ചെയ്യുന്ന പറയുന്നു. പിന്നെ ഈ അഫോർഡബിൾ ഹൗസിങ്, അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഗവൺമെന്റ് രണ്ട് കാര്യത്തില്ല പറയുന്നത്. ഒന്ന് അഫോർഡബിൾ ഹൗസിങ്, അൺഅഫോർഡബിൾ ഹൗസിങ്. എന്താ ഈ അഫോർഡബിൾ ഹൗസിങ്? എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും. ആർക്കും ഹൗസിങ് ഇന്നത്തെ കാലത്ത് ഹൗസ് കൺസ്ട്രക്ഷൻ അഫോർഡ് ചെയ്യേണ്ടത് എത്ര പൈസ? അവർ പറയുന്നത് അഫോർഡബിൾ ഹൗസിങ്ങിന് സർക്കാർ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൺടെക് റിയാലിറ്റി അങ്ങനെയാണ് സിറ്റി പറഞ്ഞത്. പിന്നെ വേറെ നമ്മളെ EV മോട്ടോർസ് ഉണ്ടാക്കുന്ന ഈ ടാറ്റ മോട്ടോർസ്, പിന്നെ ഇന്ത്യയിലെ വാഹന മുൻനിരയിലുള്ള നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോർസ് ഉണ്ട്. അത് വരാതെ നമ്മളെ ഇലക്ട്രിക് വെഹിക്കിൾസിൽ വലിയ ആൾക്കാർ. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഈ ബസ് നിർമ്മാതാക്കളെ ഒലക്ട്ര ഗ്രീൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, JBM ഓട്ടോ എന്നൊരു കമ്പനി ഉണ്ട്. ഇവരൊക്കെ EVയിൽ കുറച്ചൊരു ഇൻസെന്റീവ്സ് ഗവൺമെന്റ് കൊടുക്കുന്ന പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബഡ്ജറ്റിൽ. അത് മക്വറേസിന്റെ റിപ്പോർട്ട് പറഞ്ഞത്. മറ്റേ ഫസ്റ്റ് ഞാൻ പറഞ്ഞ സിറ്റിന്റെ റിപ്പോർട്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ വാച്ച് ചെയ്യുക. പിന്നെ നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്സ് ലൈക്ക് LNT ഇതൊക്കെ ചെയ്യും. കാരണം ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയൊരു ബൂസ്റ്റ് മാനുഫാക്ചറിങ്ങിൽ കൊടുക്കാൻ സാധിക്കും. മാനുഫാക്ചറിങ് കമ്പനീസിൽ ലൈക്ക് ഡിക്സൺ ടെക്നോളജി ഇതുപോലുള്ള മാനുഫാക്ചറിങ് കമ്പനീസ് നല്ലൊരു ബൂസ്റ്റ് കിട്ടുന്ന പറയുന്നത്. സോ എനിവേ ബഡ്ജറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം, കാരണം എങ്ങനെയാണ് ബഡ്ജറ്റ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് മാർക്കറ്റിലേക്ക് വരാം. എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഇൻഫോസിസ് തന്നെയാണ് ഇന്നലത്തെ താരമായിരുന്നു. ഇൻഫോസിസിന്റെ മാർക്കറ്റ് ക്യാപ്പും 7.3 ട്രില്യൺ ആണ്. അപ്പോൾ വളരെ ഹൈ മാർക്കറ്റ് ക്യാപ്പ്, വളരെ ഹൈ ആയി കഴിഞ്ഞു. മാർക്കറ്റ് ക്യാപ് ടു സെയിൽ നോക്കുകയെന്ന് വെച്ചാൽ ഇൻഫോസിസിന്റെ വളരെ ഹൈ ആണ്. ഇൻഫോസിസിന്റെ P27 ആണ്. അപ്പോൾ ബൈ ദ ബൈ P എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കുന്നത്. P എന്ന് വെച്ചാൽ പ്രൈസ് ഏർണിംഗ് വെച്ചാൽ ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ ആണ്. അപ്പോ ഈ ഇൻഫോസിസിന്റെ മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇൻഫോസിസിന്റെ മാർക്കറ്റ് ക്യാപ്പ് കംപ്ലീറ്റ് ഫ്രീ ഫ്ലോട്ട് ആണ്. ഇൻഫോസിസും TCS എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് ക്യാപ്പിൽ വ്യത്യാസമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇൻഫോസിസിൽ ഓണേഴ്സ് ഇല്ല, എല്ലാം ഫ്രീ ഫ്ലോട്ടാണ്. അപ്പോൾ ടാറ്റ കൺസൾട്ടൻസിയിൽ ഏകദേശം SU എനിക്കറിയില്ല എൻ്റെ എക്സാക്ട്, ഓൾമോസ്റ്റ് 75% ഇവരെ ടാറ്റ സൺസ് ഇവരെ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ആണ്. ഫ്രീ ഫ്ലോട്ട് വളരെ കുറവാണ്. അപ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാർക്കറ്റ് ഈ ഫ്രീ ഫ്ലോട്ട് എല്ലാവരും ഉപയോഗിക്കും. മറ്റേ ക്യാഷ് ഫ്ലോ ഇവരെ ഈ ബാലൻസ് ഷീറ്റ് മാത്രമല്ല, ഈ ഫോർ എക്സാമ്പിൾ ഇവരെ മാർക്കറ്റ് ക്യാപ്പ് വേണ്ടിയ ഹൈ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വെച്ചാൽ, പക്ഷേ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൽ എത്ര ഫ്രീ ഫ്ലോട്ട് ഉണ്ട്, എത്ര നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഉണ്ട്. ഇപ്പോൾ റിലയൻസ് നോക്കിച്ചാൽ ഓൾമോസ്റ്റ് I think 50% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റോക്കുകളെന്ന് വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് വീഴില്ല. പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടുതലുള്ള സ്റ്റോക്കുകളെന്ന് വെച്ചാൽ അത് കൂടുതൽ സേഫാണ്. കാരണം പ്രൊമോട്ടേഴ്സ് മാർക്കറ്റിൽ വെക്കൂല. പ്രൊമോട്ടേഴ്സ് വിൽക്കൂലല്ലോ, ടാറ്റ കൊണ്ടുപോയി ടാറ്റ കൺസൾട്ടന്റ് ഷെയർ വിൽക്കൂലല്ലോ മാർക്കറ്റിൽ. അപ്പോൾ 25% ഫ്രീ ഫ്ലോട്ടുള്ളൂ, അതിലുള്ള ഫ്ലക്ച്വേഷൻ വരും. പക്ഷേ ഈ ഇൻഫോസിസ് ആണെങ്കിൽ ഓണേഴ്സ് ഇല്ല. നാരായണമൂർത്തി വരെല്ലാം വിറ്റുപോയി, കമ്പനിയെല്ലാം വിറ്റുപോയി. ഒരാളെ മോക്കാൻ്റെ കുറച്ചെന്തോ ഹോൾഡിംഗ് 1% അവരുടെ ഫാമിലിക്കുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പോൾ ഫ്രീ ഫ്ലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഷെയർ കുറച്ച് മാർക്കറ്റിൽ കുറച്ച് റിസ്ക്കിയാണ്. പിന്നെ നോക്കാച്ചാൽ റെയിൽ വികാസ് നിഗം അതെല്ലാം വളരെ ഹൈ വാല്യൂഷനാണ്. 81 P-യിലാണ്. അതെല്ലാം 81 P-യിലൊക്കെ റെയിൽ വികാസ് നിഗം നിങ്ങൾ വാങ്ങിക്കോ, എനിക്കറിയില്ല. പിന്നെ ചെയ്തൊരു സ്റ്റോക്ക് ടാറ്റ ടെലി സർവീസ് 2 ദിവസം ചെയ്യുന്നൊരു സ്റ്റോക്ക്. എന്താ മാർക്കറ്റിലെ റൂമർ നടക്കില്ല, പക്ഷേ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ വളരെ വീക്കാണ്. ഇപ്പൊ എന്തെല്ലോ മാർക്കറ്റിലെ റൂമർ നടക്കുന്നുണ്ട് ടാറ്റ ടീസ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. അപ്പൊ നമ്മൾ ഈ മാർക്കറ്റിൽ റൂമർ വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നടത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാമായിരിക്കും റൂമർ ഞാൻ പറയുന്നതാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കമ്പനി അതും ഇന്നലെ നന്നായി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി അതും 52 P-യിലാണ്. അതൊന്നും ഇനി എത്ര 52 P-യിൽ എത്ര എക്സ്പാൻഷൻ ചെയ്യും, എത്ര ക്യാഷ് ഫ്ലോ ഉണ്ടെന്ന് എനിക്കറിയില്ല. IRFC HDFC ബാങ്ക് ഇതൊക്കെയായിരുന്നു ഇന്നലെ ചെയ്തത്. പക്ഷേ ഞാൻ ഇന്നലെ കണ്ടൊരു നല്ലൊരു വാല്യൂ ബൈ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഒന്ന് വാച്ച് ചെയ്യാം. നമ്മളെ അഡാനിനെ ഞാൻ ഓൾവേസ് അഡാനി എന്റർപ്രൈസസ് അത് ഇന്നലെ വളരെ കുറഞ്ഞിട്ടുണ്ട് ആ സ്റ്റോക്ക്.
അതൊക്കെ നല്ലൊരു പ്രൈസാണ്, അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അത് ബഡ്ജറ്റിന് ശേഷം എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള നമുക്ക് നോക്കാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന നിഫ്റ്റി 25,000 ആണ്. ബഡ്ജറ്റിന് ശേഷം 25,000-ലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നലെ തരുന്ന മാർക്കറ്റ് ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ അതിന് കണക്കായിട്ടുള്ള പൊസിഷൻ എല്ലാ മാർക്കറ്റ് ട്രേഡേഴ്സ് എടുത്തിട്ടുണ്ടാവും ഓൾറെഡി. ആ വലിയ വലിയ ആൾക്കാരൊക്കെ മാർക്കറ്റിൽ പല സ്റ്റോക്കിലും പൊസിഷൻ എടുത്ത് ഞാൻ കണ്ടു. അത് ഇപ്പോൾ ഞാൻ ഓപ്പണായി പിന്നെ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. സോ ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് അഗെയിൻ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Please do subscribe my channel and support me. Thank you.